S5 ട്രിപ്പിൾ 2019 K2-ൻ്റെ സിഗ്നൽസിൻ്റെ മൊഡ്യൂൾ 2-ലെ തിയറിയാണ്. ഇതിൽ തിയറി എന്ന് പറഞ്ഞാൽ അധികമില്ല, നിങ്ങൾക്ക് ചോദിക്കുക പ്രോപ്പർട്ടീസാണ്. പ്രോപ്പർട്ടീസിൻ്റെ പ്രോബ്ലം നമ്മൾ ഡീറ്റെയിലി ക്ലാസ്സിൽ സോൾവ് ചെയ്തതാണ്. അതിൻ്റെ പ്രൂഫാണ് എഴുതിയേക്കുന്നത്. ടൈം ഷിഫ്റ്റിംഗ്, ഫ്രീക്വൻറ്റ് ഷിഫ്റ്റിംഗ്, ടൈം റിവേഴ്സൽ, ഡിഫറൻസിയേഷൻ, മോഡുലേഷൻ. നിങ്ങളിതിൽ ഡിഫറൻസിയേഷൻ പ്രോപ്പർട്ടിയാണ് എക്സാമിന് കൂടുതൽ ചോദിക്കുക. നമുക്കതിൻ്റെ പ്രൂഫ് നോക്കാം. നമ്മളെങ്ങനെ ഡിഫറൻസിയേഷൻ യൂസ് ചെയ്തേ? ക്വസ്റ്റ്യൻ്റെ ഫ്രണ്ടിൽ ഒരു ടി കാണുമ്പോൾ അപ്പം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ടി കൺസിഡർ ചെയ്യേണ്ട. എക്സ് ഓഫ് ടിയുടെ ഫ്രീ ട്രാൻസ്ഫോം എക്സ് ഓഫ് ജെ ഒമേഗ എടുക്കുക, അതിന് ഒമേഗ വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, അതിന് ജെ കൊണ്ട് മൾട്ടിപ്ലൈ. ഇതാണ് പ്രോപ്പർട്ടി. അതിൻ്റെ പ്രൂഫായിട്ട് എഴുതിയേക്കണം. കണ്ടോ, എക്സ് ഓഫ് ജെയുടെ ഇക്വേഷൻ നമുക്കറിയാലോ. അതിന് ഞാൻ രണ്ട് സൈഡിൽ നിന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്തു. ഇപ്പുറ സൈഡിൽ ഒമേഗ വെച്ചും അപ്പുറ സൈഡിൽ നമ്മൾ രണ്ട് സൈഡും ഒമേഗ വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്തു. അപ്പോൾ എക്സ് ഓഫ് ടി ഇ റൈസ് ടു മൈനസ് ഒമേഗ ടിനെ ഒമേഗ വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എക്സ് ഓഫ് ടി കോൺസ്റ്റൻ്റ് ആണ്. ഇ റൈസ് ടു മൈനസ് ഒമേഗ ടിനെ ഇ റൈസ് ടു മൈനസ് ഒമേഗ ടി ഇൻറ്റു മൈനസ് ജെ ടി എന്ന് വരും. അതിൽ മൈനസ് ചേർത്ത് പുറത്തേക്ക് എഴുതി. അപ്പോൾ ബാക്കി ടി എക്സ് ഓഫ് ടി ഇ റൈസ് ടു മൈനസ് ഒമേഗ ടി 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 വരും. ഞാൻ അതിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? ജെ കൊണ്ട് രണ്ട് സൈഡ് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ഇപ്പുറ സൈഡിൽ ജെ സ്ക്വയർ വരും. ജെ സ്ക്വയർ -1 ആണ്, പക്ഷേ മൈനസും അവിടെ ഉണ്ടാകുന്ന മൈനസോട് പ്ലസ് ആവും. അപ്പോൾ ബാക്കി ടി എക്സ് ഓഫ് ടി ഇ റൈസ് ടു മൈനസ് ഒമേഗ ടി ഡി ടി. അപ്പോൾ നമ്മുടെ എൽ എച്ച് എസ് എന്തായി? ഡി ബൈ ഡി ഒമേഗ ഓഫ് എക്സ് ഓഫ് ജെ ഒമേഗ ഇൻറ്റു ജെ. ഈ സൈഡ് എന്തായി? ടി എക്സ് ഓഫ് ടി. കണ്ടോ, അപ്പോൾ ടി എക്സ് ഓഫ് ടി വരുവാണെങ്കിൽ നമ്മൾ ഡിഫറൻസിയേഷൻ പ്രോപ്പർട്ടിയാണ് യൂസ് ചെയ്യുന്നതാണ്. ഇതാണ് എക്സാമിന് ഡെറിവേഷനിൽ എഴുതായിട്ട് ചോദിക്കുക. ബാക്കിയൊക്കെ നിങ്ങൾ പ്രോപ്പർട്ടി ലിസ്റ്റായിട്ട് പഠിച്ചാലും മതി. ഡിഫറൻസിയേഷന് ഡെറിവേഷൻ അടക്കം പഠിച്ചിരിക്കണം. പിന്നെ 3 മാർക്കിന് ചോദിക്കണമെന്ന് ഗിബ്സ് ഫിനോമിനൻ. നമ്മളൊരു പീരിയോഡിക് സിഗ്നൽ എടുത്തിട്ട് അതിനെ റീകൺസ്ട്രക്റ്റ് ചെയ്യുകയാണ്. റീകൺസ്ട്രക്റ്റ് എന്ന് പറഞ്ഞാൽ തിരിച്ച് ഔട്ട്പുട്ടിൽ നിന്ന് ഇൻപുട്ട് കാണാൻ നേരത്ത് നമ്മൾ ഫൊറിയർ സീരീസ് ഉപയോഗിച്ചാണ് റീകൺസ്ട്രക്ഷൻ ചെയ്യുക. അപ്പോൾ നമ്മുടെ സിഗ്നലിൻ്റെ എഡ്ജസിൽ ഓവർഷൂട്ട്സ് ഉണ്ടാവും. ഓവർഷൂട്ട്സ് എന്ന് പറഞ്ഞാൽ കുറച്ച് എറേഴ്സ് ഉണ്ടാവും. ഈ എറർ റെക്കർ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഗിബ്സ് ഫിനോമിന എന്ന് വിളിക്കുക. നിങ്ങളെ ഫിഗറിൽ കണ്ടോ, പീരിയോഡിക്കുള്ള സിഗ്നൽ വരച്ചിട്ടുണ്ട്. അതിൻ്റെ എഡ്ജിൽ ഞാൻ കുറച്ച് ഒരു ഓസിലേറ്ററി വേരിയേഷൻസ് വരച്ചിട്ടുണ്ട്. ആ ഒരു വേരിയേഷനെയാണ് നമ്മൾ ഗിബ്സ് ഫിനോമിന എന്ന് വിളിക്കുക. പിന്നീട് ഡിർഷൽസ് കണ്ടീഷൻസ് ആണ്. നമ്മൾ ഈ 3 പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്ന കാര്യങ്ങളാണ് ഡിർഷൽ കണ്ടീഷൻ എന്ന് വിളിക്കുക. ആബ്സലൂട്ട്ലി ഇൻ്റഗ്രൽ ബിറ്റ്വീൻ മൈനസ് ഇൻഫിനിറ്റി ഇൻഫിനിറ്റി ആയിരിക്കണം. എക്സ് ഓഫ് ടി ഹാസ് ഫൈനൈറ്റ് നമ്പർ ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി ആയിരിക്കണം. ഇറ്റ് ഷുഡ് ഹാവ് ഫൈനൈറ്റ് നമ്പർ ഓഫ് മാക്സിമം ആൻഡ് മിനിമം. ഈ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ആൾക്കാരെയാണ് ശരിക്കും നമ്മൾ ഫൊറിയർ ട്രാൻസ്ഫോംസിന് സോൾവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുക കേട്ടോ. പിന്നെ നമ്മൾ ലാപ്ലേസിൽ പഠിച്ച ROC റീജിയൻ ഓഫ് കൺവേർജൻസ്, അതിൻ്റെ പ്രോപ്പർട്ടീസാണ്. അത് നിങ്ങളൊരു 4-3 പോയിൻറ്റ്സ് പഠിച്ചു വെക്കണം. അത് തിയറിയായിട്ട് ചോദിക്കാറുള്ളതാണ്. പിന്നെ ഉള്ളത് അനലോഗസ് സിസ്റ്റമാണ്. നമ്മൾ മെക്കാനിക്കൽ സിസ്റ്റത്തെ ഇലക്ട്രിക്കൽ സിസ്റ്റത്തിലെ വോൾട്ടേജ് സോഴ്സും കറണ്ട് സോഴ്സാക്കി വരച്ചില്ലേ. നമുക്കൊരു എക്സാമ്പിൾ വെക്കാം. നമുക്ക് ഓൾറെഡി അറിയാലോ, മെക്കാനിക്കലിൻ്റെ ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്, അതുപോലെ ഇലക്ട്രിക്കലിൻ്റെ ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി മൊഡ്യൂളിൽ പഠിച്ചതാണ്. I എന്ന് പറഞ്ഞാൽ dQ/dt ആണ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ചാർജിനെയാണ് നമ്മൾ I എന്ന് വിളിക്കുക. നമ്മളതുകൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇക്വേഷൻ നമ്പർ 2 കിട്ടും. 1ഉം 2 എന്ന് കമ്പയർ ചെയ്ത് നോക്കിയേ. ഡബിൾ ഡിഫറൻസിയേഷൻ്റെ കൂടെയുള്ള കോഷ്യൻസ് ഇവിടെ എമ്മും അവിടെ എല്ലും ആണ്. അപ്പോൾ ഇൻസ്റ്റെഡ് ഓഫ് എം നമ്മൾ എല്ലാവർക്കും ഉപയോഗിക്കുക. എക്സ് നമ്മുടെ ഡിസ്പ്ലേസ്മെൻറ്റ് ഇവിടെ ചാർജ് ആയിരിക്കും Q. അത് കമ്പയർ ചെയ്യുമ്പോൾ അവിടെ കെയും ഇവിടെ കപ്പാസിറ്ററാണ്. അപ്പോൾ 1/s എടുക്കാം. ഒരു വട്ടം ഡിഫറൻസിയേഷൻ ചെയ്യുന്നതിൻ്റെ കൂടെ അവിടെ ബിയും ഇവിടെ ആറുമാണ്. സോ ബിക്ക് വരെ 6 ആയിരിക്കും. സെയിം പ്രൊസീജിയർ നമ്മൾ ഇത് വോൾട്ടേജിൻ്റെയാണ്, അടുത്ത് കറണ്ടിനെയാണ്. കറണ്ടിൽ നമ്മൾ d∅/dt ആണ് വിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സിമിലർലി നമുക്ക് ഇക്വേഷൻ കിട്ടും, 3 കിട്ടും. 1ഉം 3ഉം കൂടി കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് അടുത്ത ടേബിൾ കിട്ടും. ഈ ടേബിൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പ്രോബ്ലം ചെയ്യുന്നത്. അതിനാണ് അനലോഗസ് സിസ്റ്റം എന്ന് വിളിക്കുക.